മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അതിൽ തെളിവുകൾ കൈമാറുമോ? ആര്യ, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോടെയാണ് പി വി അൻവർ എന്തായാലും കാണുന്നത്. കയ്യിലുള്ള തെളിവുകളെല്ലാം കൃത്യമായി മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കാനായാൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് പി വി അൻവർ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിലപാട് എന്തെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പി വി അൻവർ ഈ ഓഫീസിലേക്ക് എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ പി വി അൻവർ ആരോപണം ഉന്നയിച്ച പി ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ പി വി അൻവർ ഇവിടേക്ക് എത്തി മുഖ്യമന്ത്രിയെ കാണുന്നതിന് തൊട്ട് മുന്നോടിയായി എനിക്ക് തോന്നുന്നു അമൽ നിൽക്കുന്ന ഭാഗത്തേക്ക് പി വി അൻവറിന്റെ വാഹനം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, അൻവറില്ല. വാഹനമല്ല, അല്പസമയത്തിനകം തന്നെ പി വി അൻവറിന്റെ വാഹനം ഇവിടേക്ക് എത്തും. MLA ഹോസ്റ്റലിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കുറച്ച് സമയം മാത്രം മതി, വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ, പോലീസിൻ്റെ അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അധികം സമയം വേണ്ടി വരില്ല. എന്തായാലും ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം ഇത്ര വലിയ ഒരു പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട്. പി വി അൻവർ ഒരു CBI എൻക്വയറി നടത്തുന്നത് പോലെയാണ് ഈ അന്വേഷണത്തിന് പിന്നാലെ നിന്നത്. അങ്ങനെ ഒരു ഡിക്റ്റേറ്റീവ് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത്രയും തെളിവുകൾ പി വി അൻവറിന് പുറത്തേക്ക് വിടാനായത്. അത്തരം വിവരങ്ങളെല്ലാം പുറത്തേക്ക് വിടുമ്പോൾ പോലും ആ വിവരം പൂർണ്ണമായും വിശ്വാസത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒരു SP നടത്തിയ വെളിപ്പെടുത്തലാണ്, ഏതെങ്കിലും ഒരാൾ നടത്തിയ വെളിപ്പെടുത്തലല്ല. അങ്ങനെ നടത്തിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പലതാണ്. വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയാണ്. ആ ADGP അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ADGPക്കെതിരെ അന്വേഷണം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. DGP അതിന് നേതൃത്വം നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ DGPക്ക് പോലും കൃത്യമായി തന്നെയുള്ള അതൃപ്തി MR അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ DGPക്കും പുറമെ ഷെയ്ഖ് ദർവേഷ് സാഹിബിനും മുകളിലേക്ക് ഒരു സൂപ്പർ DGP ചമഞ്ഞാണ് MR അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളല്ല, ഈ നാട്ടുകാരല്ല, പോലീസ് അസോസിയേഷന്റെ യോഗങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിമർശനമാണത്. ആ വിമർശനം പി വി അൻവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള നോർത്ത് ഗേറ്റിലൂടെ പി വി അൻവർ അകത്തേക്ക് കടന്നു പോകുന്നതാണ് കാണുന്നത്. പി വി അൻവറിൽ നിന്നും ഒരു പ്രതികരണമൊന്നും നമ്മൾ ഇപ്പോഴെന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നിന്നും തിരിച്ചിറങ്ങിയതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. MLA ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കാണാം എന്നാണ് പറയുന്നത്. വലിയ മാധ്യമപ്പട തന്നെ പി വി അൻവറിന്റെ ഈ സന്ദർശനം റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെയുണ്ട്. അൻവർ എന്തായാലും അകത്തേക്ക് കടന്നു പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന നോർത്ത് ബ്ലോക്ക് ഉണ്ട്. നോർത്ത് ബ്ലോക്കിലെ 3ാമത്തെ നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അവിടുത്തെ യോഗം, നേരത്തെ ഒരു യോഗം അവിടെ നടന്നിരുന്നു. യോഗം പൂർത്തിയായതിന് ശേഷമാണ് പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനായി എവിടേക്ക് എത്തിയിരിക്കുന്നത്. പോലീസുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് നടന്നത്. ആ യോഗത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ADGP അജിത് കുമാർ ഉണ്ടായിരുന്നു. അജിത് കുമാർ അടക്കമുള്ളവരുടെ യോഗത്തിൽ പങ്കെടുത്ത അതേ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതാ പി വി അൻവറിനെയും കാണുകയാണ്. ആരോപണ വിധേയനെയും ആരോപണം ഉന്നയിച്ചയാളെയും വളരെ ചെറിയ സമയത്തിനുള്ളിൽ മാറി മാറി മുഖ്യമന്ത്രി കാണുന്നു. എന്താകും മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് കേൾക്കാനാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അൻവറിനോട് മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. എന്തായാലും അൻവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ഈ ADGPയെ മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണം, അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ അതിൽ തൃപ്തിപ്പെടുമോ പി വി അൻവർ? ഒരിക്കലുമില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇത്രയും സമയം പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും എല്ലാം മുഖ്യമന്ത്രി ചുമതലയാണ് മുഖ്യമന്ത്രി അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗോട് കൂടി നിരന്തരമായി ഫേസ്ബുക്കിലൊക്കെ പി വി അൻവർ ഇങ്ങനെ പോസ്റ്റുകൾ ഇടുന്നു. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ഒരു കവർ ഫോട്ടോ ഇന്നലെ വൈകുന്നേരവും അത്തരത്തിലൊരു കവർ ഫോട്ടോ ഫേസ്ബുക്കിൽ പി വി അൻവർ ഇട്ടിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ ഒരു വിധത്തിലും ആക്രമിക്കാത്ത തരത്തിലുള്ള നിലപാട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താതെയുള്ളൊരു നിലപാടാണ് പി വി അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത്തരം ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അമ്പെല്ലാം ചെന്ന് തറക്കുന്നത് മുഖ്യമന്ത്രിയിലും ആഭ്യന്തര വകുപ്പിലുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഈ ADGP അജിത് കുമാറും ശശിയുമൊക്കെ ചേർന്ന ഒരു അധോലോക സംവിധാനം പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെയും ആ അമ്പുകൾ കൊള്ളുന്നുണ്ട്. പക്ഷേ നേരിട്ടൊരു ആക്രമണത്തിന് അൻവർ തയ്യാറായിരുന്നില്ല. തൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ടെന്ന് അൻവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ ഇപ്പോഴും അൻവർ കരുതിക്കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും മുഖ്യമന്ത്രിക്ക് ഇനിയും ഇത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട്
നടത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ബോധ്യം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഇനിയും ഉണ്ടാകുന്നില്ല എങ്കിൽ, സുജിത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ, പി ശശിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാനൊരു തീരുമാനം, അങ്ങനെ ഒരു ബോധ്യം മുഖ്യമന്ത്രിക്ക് പ്രധാനപ്പെട്ട ആരോപണം അവൽ അതായത് ADGP MR അജിത് കുമാർ ഒരു സൂപ്പർ DGP കളിക്കുകയാണ്, അവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുമ്പോൾ അതേ ADGPയെ മാറ്റി നിർത്താതെ, ആരാണോ സൂപ്പർ DGP കളിക്കുന്നത് അദ്ദേഹത്തിനെ മാറ്റി നിർത്താതെ ഒരു അന്വേഷണം, അതിൽ അൻവർ തൃപ്തനാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ്? അൻവർ അടുത്തതായി എന്ത് ചെയ്യും? ഇന്നലെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ ആദ്യഘട്ടം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരത്ത് തുടക്കമാകുമോ? ആര്യ, ഈ ADGPയെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ പൊതുജന വികാരം എന്തെന്നും ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിലെ വികാരം എന്തെന്നും ഒക്കെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചറിവിനൊക്കെ എത്രയോ അപ്പുറത്താണ് ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ മുഖ്യമന്ത്രി, നമ്മൾ തുടർച്ചയായി കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ ADGP വേദിയിലിരിക്കുമ്പോഴാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ചാരി മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഉയർന്ന കരഘോഷം നമ്മൾ കണ്ടതാണ്. വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് അവിടെ ഇരുന്ന സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രഖ്യാപനത്തെ കേട്ടത്. അതിനാൽ തന്നെ പോലീസ് സേനയിലുള്ള വികാരം എന്തെന്നും, പൊതുജനങ്ങൾക്കിടയിലുള്ള വികാരം എന്തെന്നും, പാർട്ടിക്കാർക്കിടയിലുള്ള ഒരു വികാരം എന്തെന്നും ഒക്കെ മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ വൈകുന്നേരം ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതെങ്കിൽ, അപ്രതീക്ഷിതമായി രാത്രിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു തീരുമാനമേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ADGP MR അജിത് കുമാറിനെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്.